ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ബ്രസീലിൻ്റെ ദേശീയ ടീം മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരിശീലകരെ അവർക്ക് പരീക്ഷിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ CBFന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അവരുടെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസിന് വലിയ വിമർശനങ്ങളായിരുന്നു ഏൽക്കേണ്ടി വന്നിരുന്നത്. ഏതായാലും ഇത്തവണ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുകയാണ് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫെഡറേഷന്റെ അകത്ത് നിന്നും റൊണാൾഡോ നസാരിയോക്ക് ഇപ്പോൾ വേണ്ടത്ര സപ്പോർട്ട് ഇല്ല, പിന്തുണയില്ല. അദ്ദേഹം വിജയിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സംശയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CBFന്റെ തലപ്പത്ത് ഈ ഒരു മാറ്റം നടക്കില്ല, അഴിച്ചുപണി നടക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ നിയമപ്രകാരം ഒരു പ്രസിഡന്റിന് 2 തവണ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നുള്ളതാണ്. അതായത് അടുത്ത തവണയും എഡ്നാൾഡോ റോഡ്രിഗസ് തന്നെയായിരിക്കും CBFന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുക എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് 2034 വരെ CBFന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ എഡ്നാൾഡോ റോഡ്രിഗസിന് കഴിയും എന്നുള്ളതാണ്. അവിടെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ്. ഇത് ബ്രസീലിയൻ ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. കാരണം റൊണാൾഡോ നസാരിയോ വന്നു കഴിഞ്ഞാൽ കാര്യമായ മാറ്റങ്ങൾ ടീമിനകത്ത് സംഭവിക്കും, അല്ലെങ്കിൽ CBFനകത്ത് സംഭവിക്കും എന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.